ആട്ടിവിട്ടു വിശ്വാസികൾ എന്നാണ് പറഞ്ഞത്. ഇത് വിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു. ഇങ്ങനത്തെ ആളുകൾ, ഇപ്പോൾ ആരിഫ് ഹുസൈനാണ് ശരി, ജബ്ബാർ മാഷാണ്, ഇവരൊക്കെ നിയന്ത്രിക്കുന്നത്, അതായത് ഇസ്ലാമിനെ ശത്രുതയിൽ കാണുന്ന, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവഹേളിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന മിഷണറിമാർ, അതുപോലെ തന്നെ സംഘപരിവാരത്തിലുള്ള ആളുകൾ, എല്ലാവരുമല്ല, പ്രത്യേകതരം ആളുകളുണ്ട് അതിനായിട്ട് ഉള്ള. അപ്പം അങ്ങനത്തെ ആളുകൾ ഇസ്ലാം വിരോധം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നാമധാരികളെ ഉപയോഗിക്കുന്നു. സ്വന്തം ആ പേരിൽ നിൽക്കുന്നു. ആ പേര് അവർ മാറ്റി വേറൊരു പേര് സ്വീകരിച്ച് അതോടുകൂടി അന്നത്തോടെ അവർ തീർന്നു. അതുപോലെ ഹണി ബോട്ടലിലുള്ള സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ് ഇതിനുള്ളിലുള്ളത്. അത് താക്കി നിങ്ങൾ നടന്നത് എന്തിനാണ് നിങ്ങൾ നടന്നത്? വലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാകും. അതായത് തേനിൻ്റെ കുപ്പിയാണ്, പക്ഷേ അകത്തുള്ളത് നമ്മൾ ലബോറട്ടറിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിസർജ്യ വസ്തുക്കളൊക്കെ എടുത്ത് ശേഖരിച്ച് വയ്ക്കുമല്ലോ. അതുപോലെ തേനിൻ്റെ കുപ്പിയിലുള്ള വിസർജ്യ വസ്തു. അത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾക്കറിയാം ഇപ്പോൾ ഒരുപാട് മുസ്ലിം നാമധാരികളായ ആളുകൾ, അതായത് ആരിഫ് ഹുസൈൻ, ജബ്ബാർ മാഷ്, അതുപോലെ തന്നെ ജാമിദ, ജസ്ല സലീം, ഇങ്ങനെ കുറേ ആളുകൾ രംഗപ്രവേശനം ചെയ്ത് ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അത് ഇസ്ലാം വിരോധികളെ സുഖിപ്പിക്കാനും ഇസ്ലാമോഫോബിയ കൊണ്ടു നടക്കുന്ന ആളുകളുടെ അച്ചാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തീറ്റ ലഭിക്കാനുമുള്ള പണികളൊക്കെയാണ്. പക്ഷേ വീരനായ അക്ബർ മനസ്സിലാക്കാതെ പോയ കാര്യം ഇവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അതായത് ഇവർക്ക് അക്ബർ മനസ്സിലാക്കാത്തത്, അതായത് നമ്മൾക്കറിയാം വീരസിംഹനോ എന്നൊക്കെ പേര് മാറ്റിയ ഒരു സിനിമാക്കാരനായ അക്ബർ, അദ്ദേഹത്തിൻ്റെ അക്ബർ എന്ന പേര് വെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയും തന്നിമിത്തം ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ചില സംഘപരിവാരുകാർ അദ്ദേഹത്തെ വളരെ വാനോളം പുകഴ്ത്തി അദ്ദേഹത്തെ കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ചു കാലം. ജാമിദ ഒരു കാലഘട്ടത്തിൽ പൊങ്ങി വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ തരംഗമായിരിക്കുകയാണ് ജസ്ന സലീം. കണ്ണൻ്റെ പടമൊക്കെ വരച്ച് ഗുരുവായൂരിൽ ചെന്ന് ഇപ്പോൾ ആട്ടിവിട്ടു വിശ്വാസികൾ എന്നാണ് പറഞ്ഞത്. ഇത് വിശ്വാസികൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു. ഇങ്ങനത്തെ ആളുകൾ, ഇപ്പോൾ ആരിഫ് ഹുസൈനാണ് ശരി, ജബ്ബാർ മാഷാണ്, ഇവരൊക്കെ നിയന്ത്രിക്കുന്നത്, അതായത് ഇസ്ലാമിനെ ശത്രുതയിൽ കാണുന്ന, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവഹേളിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന മിഷണറിമാർ, അതുപോലെ തന്നെ സംഘപരിവാരത്തിലുള്ള ആളുകൾ, എല്ലാവരുമല്ല, പ്രത്യേകതരം ആളുകളുണ്ട് അതിനായിട്ട് ഉള്ള. അപ്പം അങ്ങനത്തെ ആളുകൾ ഇസ്ലാം വിരോധം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നാമധാരികളെ ഉപയോഗിക്കുന്നു. ശരിക്കും ഇസ്ലാമിൻ്റെ നാമം ഇവരിൽ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ ആളുകൾ ഇവരെ കൊണ്ടു നടക്കാനുള്ള കാരണം. നമ്മൾക്കറിയാം ജബ്ബാർ മാഷിനൊക്കെ മിഷണറിമാർ കൊണ്ടുവന്നിട്ട് എം അക്ബർ സാഹിബിനുമായിട്ടൊരു ഡിബേറ്റ് നടത്തിയിട്ട് 2-3 വർഷം മുമ്പ് അന്ന് മുങ്ങിയതാണ് അദ്ദേഹം. ജബ്ബാർ മാഷ് ഒറ്റ പോക്കാ പോയത്. കുറേ കാലത്തിനൊന്നും ഇല്ലായിരുന്നു, കുറേ മാസങ്ങൾ. അത് കഴിഞ്ഞ് അമേരിക്കയിലോ എവിടെയോ പൊങ്ങിയിട്ട് പിന്നെ കുറേ വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ രീതിയിലുള്ള വിവരം കെട്ട വിവരദോഷികളാണ്. അത് സ്വന്തം മതത്തിനെ പറ്റിയിട്ടും ലോകത്തെ പറ്റിയിട്ടും ഒന്നും ഒരു വിവരമില്ലാത്ത ആളുകളാണ് ഈ ആരിഫ് ഹുസൈനാണെങ്കിലും ശരി, ജബ്ബാർ മാഷ് ആണെങ്കിലും ശരി, ജാമിദ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ എന്താ പറയുക, താൻ നിൽക്കുന്ന ആ മതത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ആ മതത്തിനെതിരെ കുറച്ചൊന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് മതത്തിന് എതിരെ നിൽക്കുന്ന ആളുകളെ സുഖിപ്പിക്കുക, അതിലൂടെ ജീവിതം പരിപോഷിപ്പിച്ച് ഫേമസായി ഇങ്ങനെ നടക്കുക എന്നുള്ള രീതിയിലുള്ള ദുഷ്ലാക്കുവോടുകൂടി നടക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും തന്നെ. ഇവർക്ക് മറ്റു മതങ്ങൾ, ഇപ്പോൾ പിന്നെ ജസ്ന സലീം വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതിലൂടെ അവർ ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരിക്കലും തന്നെ കൃഷ്ണനോട് ഭക്തിയോ അല്ലെങ്കിൽ ഗുരുവായൂരമ്പലത്തിനോട് സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല. അവർക്ക് ഈ നാമമുള്ളത് കൊണ്ട്, ഇത് മുസ്ലിം നാമമുള്ളത് കൊണ്ട് അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു, അവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ ജസ്ലയും അതുപോലെ തന്നെ നമ്മുടെ ജാമിദയൊക്കെ വന്ന സമയത്ത് കുറച്ച് ആളുകളൊക്കെ അതിന്, പണ്ഡിതന്മാരായ ആളുകൾ കുറച്ച് മറുപടി കൊടുക്കാൻ നിന്നുണ്ടെങ്കിലും ഇവരുടെ പിന്നെ ഉദ്ദേശം, ശുദ്ധി അത് എന്താണെന്നും ഇവരെ പറ്റിയും കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ചീഞ്ഞു നാറുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും മതത്തിൻ്റെ ആളുകളൊക്കെ അത് വിട്ട് മാറിപ്പോയി. അവർക്ക് അവരുടെ വഴിയിൽ പോയി. ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവരെ കൊണ്ടു നടന്നത് ഇതുപോലെ ചില മിഷണറിമാർ, അതായത് ഈ ജബ്ബാർ മാഷിനെ, ആരിഫ് ഹുസൈനെയൊക്കെ കൊണ്ടുനടക്കുന്ന മിഷണറിമാരാണ്. അതുപോലെ തന്നെ മറ്റേ ഈ പെൺപിള്ളേരെയൊക്കെ കൊണ്ടുനടക്കുന്നത് ഇതുപോലത്തെ സംഘപരിവാരത്തിലുള്ള ചില ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഇസ്ലാം വിരോധത കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ താങ്ങിപ്പിടിച്ച് നടക്കുകയാണ്. അതിൽ പെട്ട ഒരാളായിരുന്നു അക്ബർ, നമ്മുടെ വീരസിംഹൻ. അദ്ദേഹം സിനിമാക്കാരനാണ്, സിനിമാ നിർമ്മാതാവ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ ജാമിദക്കും ജസ്നയ്ക്കും ഉണ്ടായ ബുദ്ധി അദ്ദേഹത്തിന് ഇല്ലാതെ പോയി.
അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ, അതായത് അക്ബർ എന്ന നാമം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുനടന്ന്, സംഘപരിവാറുകാർ കൊണ്ടുനടന്ന് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാതെ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹം എൻ്റെ പേര് കൂടെ എന്നാൽ അവരുടെ പേരങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ എന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരുഷനായി കാണുമെന്നും ഒക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പോയിട്ട് അദ്ദേഹം ഹിന്ദു മതം സ്വീകരിക്കുകയും ഹിന്ദു നാമം സ്വീകരിക്കുകയും ചെയ്തു. വീരസിംഹനോ എന്തോ നാമം സ്വീകരിച്ചു. ആ നാമം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തെ എടുത്ത് ഒറ്റ എറിഞ്ഞിരുന്നു. സംഘപരിവാർക്ക് ആർക്കും അയാളെ വേണ്ട. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ പേര് ഹൈന്ദവ പേരായിപ്പോയി. ഹൈന്ദവ പേരുള്ള ഒരാളെ കൊണ്ട് നടന്നിട്ട് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പേര് അക്ബർ തന്നെയാണെങ്കിൽ ഇന്നും അദ്ദേഹത്തെ അവർ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി, കുബുദ്ധി നന്നായിട്ടുള്ളത് കൊണ്ട് ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ജബ്ബാർ മാസും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനും നമ്മുടെ ജസ്ന സലീമും ജാമിദയും ഒക്കെ സ്വന്തം ആ പേരിൽ നിലകൊള്ളുന്നു. ആ പേര് അവർ മാറ്റി വേറൊരു പേര് സ്വീകരിച്ച് അതോടുകൂടി അന്നത്തോടുകൂടി അവർ തീർന്നു. പക്ഷേ ആളുകൾക്ക് ബുദ്ധി വെച്ചു തുടങ്ങി, വിശ്വാസികൾക്ക്. ജസ്നയെ വിശ്വാസികളായ സ്ത്രീകളും ആളുകളും വിലക്കിയിട്ടുണ്ട്. അങ്ങോട്ട് വരുന്നതൊക്കെ അതൊക്കെ ആദ്യം ചെയ്യേണ്ടതാണ്. ഇവരുടെയൊക്കെ ദുഷ്ലാക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഇവർക്ക് ചീഞ്ഞ് നാറുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഹണി ബോട്ടിലുള്ള സുരേഷ് ഗോപി പറയുന്ന പോലെ ഷിറ്റ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതും താങ്ങി നിങ്ങൾ നടന്നത് എന്തിനാണ് നിങ്ങളും നാറുന്നത്? മിഷണറിമാരെ, നിങ്ങൾക്ക് സംവാദം നേരിട്ട് നടത്താലോ. നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം നാമമുള്ള വിവരമില്ലാത്ത വിവരദോഷികളെ കൊണ്ട് മുന്നിൽ നിർത്തി കളിപ്പിക്കുന്നത്? നേരിട്ട് വന്ന് നമുക്ക് ആശയ ചർച്ച അതുമാതിരി എന്താ പറയുക, ആദർശ സംവാദങ്ങൾ നടത്താം. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ തന്നെ ഇതൊക്കെ നടത്താൻ നമുക്ക് കഴിയും. എന്തിനാണ് ഈ വിവരദോഷികളായ മുസ്ലിം നാമമുണ്ടെന്ന് കരുതി ഇതേപോലത്തെ പൊട്ടന്മാരെയും മന്ദബുദ്ധികളെയും നിങ്ങൾ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ഈ ചീഞ്ഞു നാറുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ചീഞ്ഞതിൻ്റെ കൂടെയുള്ളത് കൂടെ ചെയ്യും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു വിധ ഗുണവും അതിൽ നിന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങളിൽ നമ്മൾ കൃത്യമായി വിശ്വസിക്കുകയും മറ്റു മതക്കാരനെ ദ്രോഹിക്കുകയൊന്നും ചെയ്യാതെ സാഹോദര്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുകയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ദുഷ്ലാക്ക്, അതിലൂടെ ഇത്തിൽക്കണ്ണി പോലെ ഇങ്ങനത്തെ ആളുകളെ സപ്പോർട്ട് പിടിച്ച് ജീവിക്കുന്ന ഇങ്ങനത്തെ ജീവികളെ, അതായത് ഇതുപോലത്തെ ചീഞ്ഞു നാറിയ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സമൂഹത്തിന് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എന്തായാലും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.